ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു കല്യാണം കൂടാൻ വേണ്ടി പോയാലോ. നമ്മളെ കൊളീഗ് ആയിട്ടുള്ള ശ്രേയയുടെ മാരേജ് ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മണ്ഡപത്തിനവിടെ ഓൾമോസ്റ്റ് നല്ല ആളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസ്ലിയുടെ മോൾ ഈ ഹിന്ദു വെഡ്ഡിംഗ് ഒക്കെ അവൾ ടി വിയിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയപ്പോഴേക്കും അവരെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അവരെ ഫോട്ടോ സെഷൻ ആയിരുന്നു. പിന്നെ അത് അഞ്ചു സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ആര്യ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അപർണാളി ഇപ്പോൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാരേജിന് വേണ്ടി അവളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് വീഡിയോസാണ് ഇത്. പിന്നെ നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സദ്യയാണല്ലോ മെയിൻ. അങ്ങനെ ഓടിപ്പടിച്ച് ഞങ്ങൾ തിക്കി തിരക്കിന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ ഒരുവിധം സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ സെറ്റായി ഇരുന്നു. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും മൈസവും വന്നു. അങ്ങനെ ഞാൻ ഈ ചോറിന് നടുവിൽ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ടാണ് അതിൽ ആ സാമ്പാർ വാങ്ങിയിട്ടുള്ളത്. എനിക്കിതിൽ സാമ്പാറിൽ ഏറ്റവും ഇഷ്ടമുള്ള കഷ്ണം വെണ്ടയ്ക്കയാണ്. അങ്ങനെ അത് എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പ്രഷിതൻ്റെ അവളെ വെണ്ടയ്ക്ക ഇങ്ങോട്ട് എടുത്തു. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെല്ലാ വിഭവത്തിൽ നിന്നും കുറച്ച് നുള്ളി ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. പിന്നെ എൻ്റെ മെയിൻ ഇഷ്ടമുള്ള സാധനം രസമാണ്. അപ്പോൾ ഞാൻ ഈ രസം കയ്യിൽ വാങ്ങാതെ ഇങ്ങനെ ഗ്ലാസ്സിലാണ് വാങ്ങുക. അതാകുമ്പോൾ നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്കിങ്ങനെ ഒഴിച്ചൊഴിച്ച് കുടിക്കാമല്ലോ. പിന്നെ ഞാനൊരു കഷ്ണം പപ്പടം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ പായസത്തിൽ ആ പപ്പടം കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങോട്ട് സദ്യ അടിപൊളിയായിട്ട് കഴിച്ചു. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അപ്പോൾ നിങ്ങൾ മറക്കണ്ട, എന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്